സ്നോ കൊണ്ട് ഫ്രീസ് ആയി പോയ ലേക്ക്, ചുറ്റിലും മഞ്ഞുമലകൾ. അതൊക്കെ കണ്ടോണ്ട് ഒരു റോഡ് ട്രിപ്പ് ആയാലോ? നോർവേയിലെ നമ്മളെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ സെന്ററിൽ പോയി വണ്ടിയൊക്കെ എടുത്ത് യാത്ര തുടങ്ങി. നോർവേ എന്ന രാജ്യത്തിന്റെ ശരിക്കും ഭംഗി നമ്മൾ കണ്ടത് ഈ ഒരു യാത്രയിലാണ് കേട്ടോ. ഇന്ന് നല്ലൊരു അടിപൊളി വെതറും ആയിരുന്നു. ഫ്യോർഡുകളും മലകളും ഒക്കെ ആയി പോണ വഴി മുഴുവനും ഭയങ്കര രസായിനെ. ഇടയ്ക്ക് നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് യാത്ര തുടർന്ന്. ഇതാണ് നെസ്ബിയൻ ചർച്ച്. ഇവിടെ 10ഓളം കോമൺവെൽത്ത് വാരിയേഴ്സിന്റെ കല്ലറകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ മുമ്പോട്ട് പോയപ്പോ പിന്നെ നമ്മളെ മുമ്പിൽ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടൊരു ഡ്രീമി ഡ്രൈവ് ആയിരുന്നു. ഇടയ്ക്ക് നമ്മളൊരു തൂക്കുപാലം കണ്ട് നിർത്തിയെ. ഒരു ചെറിയ പുഴയുടെ കുറുകെയുള്ള പാലം കഴിഞ്ഞ് അപ്പുറത്ത് എത്തി നോക്കുമ്പോ നല്ല അടിപൊളി സ്ഥലം. ഹൈക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നൊക്കെ പറയൂലേ, നമ്മൾ ആ ഹൈക്കിംഗ് ഇൻഷാല്ലാ അടുത്ത വരവിനേക്ക് മാറ്റിവെച്ച്. മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് വ്യൂവിന്റെ മൊഞ്ചിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പതാ സൈഡിൽ ഒരു ഹാഫ് ഫ്രോസൺ ലേക്ക്. പിന്നെ കുറച്ചുകൂടി പോയപ്പോ മൊത്തത്തിൽ ചുറ്റും മഞ്ഞുമലകൾ കൊണ്ട് നിറഞ്ഞ് ഫുൾ ഫ്രോസൺ ആയി നിൽക്കുന്ന ഒരു ലേക്കാണ് കേട്ടോ ഇത്. വിന്ററൊക്കെ കഴിഞ്ഞത് ഇവർ അറിഞ്ഞിക്കില്ലാന്ന് തോന്നുന്നു. പിന്നെ മെല്ലെ മഴ ചാറാനും തുടങ്ങി. ഇപ്പൊ തന്നെ ഇവിടൊക്കെ ഇത്രയും രസമാണെങ്കിൽ സമ്മറിൽ മൊത്തം പച്ച പിടിച്ച് ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കൂലേ. 1863 കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ആണ് ഇത്. ആ കല്ലുകളൊക്കെ അടുക്കി വെച്ചത് നോക്കിയാ. ഇപ്പൊ അപ്പുറത്തെ പുതിയ പാലം വന്നിക്ക്. എന്നാലും ഇതിപ്പോൾ ഒരു കേടുപാടും ഇല്ലാണ്ടിട്ടാ. സമയം വൈകുന്നേരം 7:30 കഴിഞ്ഞിരിക്കുന്നത് കണ്ടാ പറയൂലേ. ഇതാണ് ബോർഗൻ സ്റ്റീവ് ചർച്ച്. ഏകദേശം 855ഓളം വർഷം പഴക്കമുള്ള ഈ ചർച്ചിന് തൊട്ടായിട്ട് ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോ നമ്മള് എയർബിഎൻബി എത്തി. എന്നിട്ടും പുറത്ത് ഇരുട്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ.